ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ അല്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ 23 വർഷത്തെ ഒരു ഡെഡിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അത് വലിയ സെലിബ്രിറ്റിയെ കുറിച്ചൊന്നും അല്ല, മലപ്പുറത്തുള്ള ഒരു സ്കൂൾ മാഷിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷെ 90% ആൾക്കാർക്ക് ഈ വ്യക്തിയെ പറ്റി അറിയില്ലായിരിക്കും. അബ്ദുൽ മാലിക് എന്ന് പറയുന്ന പടിഞ്ഞാറ്റുമുറി സ്കൂളിൽ പഠിപ്പിച്ച ഒരു കണക്ക് മാഷിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ഇന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊന്നും ഒരു 5 ദിവസം ഒരു കാര്യം അടുപ്പിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 23 വർഷം 1993 മുതൽ 2016 വരെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന സ്കൂളിൽ എത്താനായിട്ട് 2 മണിക്കൂറും 3 ബസ്സും സഞ്ചരിച്ചാൽ മാത്രമാണ് പറ്റുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 3 സൈഡിലും പുഴയായിട്ടുള്ള അതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിലുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആ കരയിൽ തന്നെയുള്ള ആൾക്കാരാണ്. ഈ പുള്ളി ആ സ്കൂളിൽ എത്താനായിട്ട് ഈ ടൈം ഡിലേ ആക്കാതിരിക്കാൻ ഈ പുഴയിൽ 15 മിനിറ്റ് നീന്തി കടന്ന് അവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ബുക്കും അതേപോലെ ലഞ്ചും കാര്യങ്ങളും എല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നീന്തി പോയി അപ്പുറത്ത് ചെന്നിട്ടാണ് രാവിലെ വൈകിട്ട് ഇല്ലാതെ പുള്ളിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്ത ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാനിപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി വളരെ വിഷമത്തോടുകൂടി ആയാലും ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ എല്ലാവരും തള്ളുന്നവൻ എന്നൊക്കെയാണ് നജീബ ഇവിടെ ഒരു സമയത്ത് 2016 കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം 2011-12 കാലഘട്ടത്തിൽ ഇത് അറിഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് ചാനൽസ്, അത് ഹിന്ദി ചാനൽസ് ആയിക്കോട്ടെ, ഇന്ത്യയിലെ പല ഫേമസ് ന്യൂസ് ചാനൽസ് ഇവിടെ ഒന്ന് പുള്ളിയെടുത്ത് പല ഇന്റർവ്യൂവും കാര്യങ്ങളും എടുത്തു. അപ്പം ഇന്റർവ്യൂവിൽ അവർ ചോദിച്ചെന്താണെന്നറിയോ, അപ്പം സാറേ നിങ്ങൾക്ക് ഈ ഹർത്താലും കാര്യങ്ങളൊക്കെ വന്നാൽ അതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ലല്ലോ? അപ്പൊ പുള്ളി പറഞ്ഞു, ഇല്ല എന്നെ ബാധിക്കത്തില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് കടന്നങ്ങ് പോത്തതേ ഉള്ളൂ. എന്റെ കയ്യിലൊരു ട്യൂബ് ഉണ്ട്, ആ ട്യൂബ് ഞാൻ ദേഹത്തിട്ടിട്ട് ഞാൻ ഇതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് നീന്തി കടന്ന് ഞാൻ അപ്പുറത്തങ്ങ് പോകും. ഇത് ന്യൂസ് ചാനലിൽ വന്നപ്പോഴത്തേക്ക് എങ്ങനെയായി? 20 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാത്ത ഒരു സ്കൂൾ മാഷ്, കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സ്കൂൾ മാഷ്. ഇതിനകത്ത് പല കമന്റുകളും, ഈ പുള്ളിയുടെ ഇത്തരത്തിലുള്ള ഒരു ആർട്ടിക്കിൾ ഇറങ്ങിയ സമയത്തും ഞാൻ അതിന്റെ പല കമന്റ് ഞാൻ വായിച്ചു, അതിന്റെ പല വീഡിയോയുടെ കമന്റ് ഞാൻ വായിച്ചു. ഇദ്ദേഹത്തിന് എന്താ ഭ്രാന്താണോ? ലോകം ഇത്രയും അഡ്വാൻസ് ആയി, കാര്യങ്ങളായി, അവിടെ എന്തെങ്കിലുമൊക്കെ പാലം പണിഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഒരു ബോട്ട് പണിഞ്ഞാൽ പോരെ? ബ്രദർ, അങ്ങനെ ഇടുന്ന ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കുക. 1993 മുതൽ 2016 വരെ പുള്ളി ചെയ്തൊരു കാര്യത്തിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇന്ന് ലോക അഡ്വാൻസ് ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ 20 വർഷം ചെയ്ത അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും കാര്യങ്ങളും പുല്ലുവില കൊടുക്കാതിരിക്കുക. അംഗീകരിക്കപ്പെടേണ്ടുള്ളവർ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യണം. നമുക്കെല്ലാം ചിന്തിക്കാൻ പറ്റൂടെ, 20 വർഷം ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. സോ അംഗീകരിക്കപ്പെടേണ്ടുള്ളവരെ ഒരിക്കലും അംഗീകരിച്ചില്ലെങ്കിലും ആരും കളിയാക്കാതിരിക്കുക.